എത്ര മാറിയാലും കേരളം മാറി കേരളം ആയാലും വേണ്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. അപ്പോൾ എല്ലാവർക്കും ആക്ഷൻ സ്പോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പറഞ്ഞു വന്നത് വിവാദങ്ങളുടെ കാര്യമാണ്. ഇതിപ്പോ ഒരു വിവാദം അങ്ങ് തുടങ്ങിയാൽ പിന്നെ മാലപ്പടക്കം പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. അത് ഏറ്റുപിടിച്ച് ഒന്നിനു പുറകെ ഒന്നായി അങ്ങ് വന്നോളും. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, വന്ദേമാതരത്തിന്റെ ആ കഥയാണ് പറയുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം ആലപിച്ചതിന്റെ ഇടയിൽ നമ്മുടെ ആദരണീയയായ സോണിയാഗാന്ധി കസാര ചോദിച്ചതാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് അങ്ങനെയല്ല, വന്ദേമാതരം നിർത്താൻ പറഞ്ഞതാണെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, ഞങ്ങൾക്ക് വേണ്ടത് മാപ്പാണ്. അങ്ങനെയാണ് നമ്മുടെ BJP നിലപാട്. നാഷണൽ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കേരളത്തിലേക്ക് വരാം. ഇവിടെയാണ് കുറച്ചധികം സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. മലയാളം സർവകലാശാല അധ്യാപകനായിട്ടുള്ള ഡോക്ടർ അരുൺ ബാബുവിൽ നിന്ന് നേരിട്ട ജാതി അധിക്ഷേപത്തിലും ഗവേഷണേതര പണികൾ ചെയ്യിപ്പിക്കുന്നതിലും ഉണ്ടായ മാനസിക പീഡനത്തിലും നീതി തേടി ഗവേഷണ വിദ്യാർത്ഥി അനഘ ശശി രംഗത്തെത്തിയൊരിക്കൽ. സർവകലാശാല അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പരസ്യ പ്രതിഷേധം ആരംഭിച്ചത്. എന്താലേ ഇതിനൊന്നും ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. അവസ്ഥ തന്നെ. അപ്പോഴാണ് മുഖ്യന്റെ MDMA കേസ് വഴിയിൽ വന്ന് നിൽക്കുന്നത്. അത് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ ടീമില്ലേ, അവര് MDMA പിടിയിലായ കേസ്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടോ വിദേശ യാത്രകളോ ഫോൺ കോളുകളോ ഒന്നും പരിശോധിച്ചിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തർക്കും ഓരോ നീതികളും നിയമങ്ങളും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഓക്കെയാണ്. അത് പറഞ്ഞപ്പോഴാ ഈ പറയുന്ന MDMAക്ക് ഓണക്കാലത്ത് നല്ല കച്ചവടമാണ് കേട്ടോ. സാധനമായിട്ട് കാസർഗോഡും പാലക്കാടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ പൊക്കുന്നുണ്ട്. ഇതിപ്പോ തൂഫാൻ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നതാണോ അല്ലയോ എന്നൊക്കെ ആർക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിർണായക വിധി വരുന്നത്. എന്താന്നല്ലേ, നമ്മുടെ 2015 നിയമസഭയിൽ നടന്ന കയ്യാങ്കളി കേസിൽ നമ്മുടെ സ്പീക്കറുടെ വേദിയിൽ കയറി നമ്മുടെ LDF അധികാരികൾ കസാരയും മൈക്കും കമ്പ്യൂട്ടറും എല്ലാം തകർത്തിരുന്നല്ലോ. അത് തന്നെ. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് UDFനെതിരെയും പരാതി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ വനിതാ MLA-മാരോട് അപമര്യാദയായി പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസ് കോടതി അങ്ങ് തള്ളി. അധികാരം കയ്യിലുള്ളവന്റെ ഓരോരോ ലീലാവിലാസങ്ങളെ. ഇനി അതും പോട്ടെ, കേരളത്തിലെ കൊച്ചു കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാ 67 വയസ്സുള്ള ഒരു അപ്പൂപ്പനെ 13 വയസ്സ്, വെറും 13 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തി. അതും ആ കുട്ടിക്ക്, ഒരു 13 വയസ്സുള്ള കുട്ടിക്ക് നിയമപരമായി എങ്ങനെയുള്ള ശിക്ഷകളാണ് കിട്ടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. അത് പോട്ടെ, ഇനി അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്ക് പ്രതിപക്ഷത്തേക്കൊന്ന് പോയി നോക്കാം. അതായത് നമ്മുടെ പിണറായി സാറിന്റെ മകൾ വീണ ചേച്ചിയുടെ CMR. പുള്ളിക്കാരിക്ക് ഹവാല ബന്ധമൊക്കെ ഉണ്ട്. ചില്ലറക്കാരിയല്ല. അതിന്റെ പിന്നാലെയാണ് പിണറായി സാർ ആ ചെറുപ്പക്കാരിക്ക് ഇതിലൊന്നും പങ്കില്ല, എന്റെ മകൾ ആയതുകൊണ്ടാ ഈ പ്രശ്നമൊക്കെ ഈടി ഉണ്ടാക്കുന്നത്, ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ ED വീണ്ടും പണി കൊടുക്കുന്നത്. ഞങ്ങൾ സത്യമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന്. ഇതിനെല്ലാം ഇടയില് നമ്മുടെ VD അണ്ണനെ കണ്ടു കേട്ടോ, നമ്മുടെ വിജയണ്ണനെ. പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കാര്യം അങ്ങ് ചീറ്റിപ്പോയി. സംഭവം ഫ്രണ്ടൊക്കെ തന്നെ, പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് തന്നെ നമ്മുടെ അണ്ണൻ നീട്ടി അങ്ങ് പറഞ്ഞു. എന്തായാലും എന്താ, ഇതൊന്നും നടന്നില്ലെങ്കിലും നമ്മുടെ VD അണ്ണൻ നല്ലൊരു പിടിവാശിക്കാരനാ. സംഭവം കൊച്ചിൻ മെട്രോയുടെ പേര് മാറ്റില്ലെന്ന് തന്നെ. എന്തൊക്കെ സംഭവിച്ചാലും കൊച്ചിൻ മെട്രോ തന്നെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി നമുക്ക് കുറച്ച് കലാകായിക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ നാടകം മിസ, നമ്മുടെ DYFI ഒരു നാടകം അവതരിപ്പിച്ചു. കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യത്തിന് ഒട്ടും കുറവില്ലാത്തത് കൊണ്ട് ആ നാടകത്തിലെ ചില പ്രത്യേക ഭാഗം മാത്രം എടുത്ത് ചില സദാചാരവാദികൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. എന്താലേ, എന്തൊക്കെ ആയാലും മലയാളി തന്നെയാണ് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മൾ മലയാളി മാറരുത്. ഇപ്പൊ കറക്റ്റായി. ഇനി അടുത്ത
കല, നമ്മുടെ പുലിക്കളി, ഇതിനെതിരെ വിമർശനവുമായി നടൻ VK ശ്രീരാമനാണ് രംഗത്തെത്തിയത്. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണെന്നും വൈകൃതത്തെ കലയാക്കി ഉപയോഗിക്കുക എന്നത് ആഭാസമാണെന്നും VK ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം കലാവൈകൃതം ലോകത്ത് ഒരിടത്തുമില്ല. നാട്യശാസ്ത്രത്തിൽ ഈ കുംഭകുലുക്കി കളിയെ ശാർദൂല വിക്രീഡിതം എന്നാണ് പറയുന്നതെന്നും ശ്രീരാമൻ പരിഹസിച്ചു. ഞാൻ ആലോചിക്കുന്നത് അതല്ല, പുള്ളിക്ക് ഈ വാക്കൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്തോ. വിമർശിക്കാനാണെങ്കിലും പുതിയൊരു വാക്കായി. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഇതിന്റെ ഇടയിലൂടെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി വെറുതെ വന്ന് ഒരു വിവാദം ഉണ്ടാക്കുന്നത്. സംഭവം എന്താണെന്നല്ലേ, നമ്മുടെ മുൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വ്യക്തിശുദ്ധി ഇല്ലാത്ത ആണെന്നും സാമ്പത്തിക കാര്യങ്ങളിലും സ്ത്രീ വിഷയങ്ങളിലും അദ്ദേഹം ഒട്ടും പിറകിലല്ലെന്നും പറയുന്നത് കൂടാതെ ഉമ്മൻചാണ്ടിയെ ചതിച്ചതിന് സമ്മാനമായി കിട്ടിയതാണ് മന്ത്രിസ്ഥാനം എന്നൊക്കെ. എന്ത് പറയാനാ, വിവാദങ്ങൾ വരുന്ന ഓരോ വഴിയേ. അങ്ങനെ തലങ്ങും വിലങ്ങും അടി വാങ്ങുന്നതിൽ കേരളം മിടുക്കനാണ്. അങ്ങനെ ഒരു അടിയായിരുന്നു പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള മേഖലയെ മാംഗ്ലൂരു ഡിവിഷനിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ആ വരുമാനത്തിന്റെ കാര്യത്തിലും തീരുമാനമായി. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ദേവൻ സാർ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. ഇദ്ദേഹം തന്നെ, പുള്ളി BJPയിൽ നിന്നൊരു ഒറ്റ പോക്ക. എന്നിട്ടോ നേരെ പോയി നമ്മുടെ അണ്ണന്റെ പാർട്ടിയിൽ അങ്ങ് ജോയിൻ ചെയ്തു. അപ്പൊ ഇനി ദേവൻ സാറിന്റെ കളികളൊക്കെ അങ്ങ് തമിഴ്നാട്ടിലാണ്. ആകെ മൊത്തം കളർഫുൾ ആണ് ഈ ആഴ്ച. അപ്പൊ ശരി, അടുത്ത ആഴ്ച ഇതും ഇതിലും വലിയ ഒരുപാട് വിവാദങ്ങളും ഉണ്ടാവും. അപ്പോ അതുവരേക്കും എല്ലാവർക്കും ബൈ.